അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ഏത് പഠിക്കാം? ഐനുൻ എന്ന പാഠം പഠിക്കാം. അദ്ദറസുൽ ആശിറു, 10ാമത്തെ പാഠം. ഏതാണ് പഠിക്കുന്നത്? ഐനുൻ. നിങ്ങൾക്ക് കണ്ണുണ്ടോ? എത്ര കണ്ണുണ്ട്? 2 കണ്ണുണ്ട് അല്ലേ? കണ്ണിന് എന്താ പറയാ? ഐനുൻ. എന്താ പറയാ? ഐനുൻ. ഐനുൻ എന്ന പദം നമ്മൾ പഠിക്കുമ്പോൾ അതിലൊരു ചുവന്ന കളറിലൊരു അക്ഷരമുണ്ട്. അതേതാ? ആ. ഏതാണ്? ആ. ഒന്ന് എഴുതി നോക്കിയാൽ അറിയാലേ. ആദ്യം ചെറിയ തൊള്ള, പിന്നെ വലിയ തൊള്ള അല്ലേ? ആ. എന്നിട്ട് അതിൻ്റെ താഴെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് എഴുതുക. ആ ഐനിട്ട് ഐനിൻ്റെ മുകളിലൊരു വരട്ടാൽ ഫത്ത്. ആ ഐ ഊ അല്ലേ? എന്താ പറയാ? വീണ്ടും അടുത്ത പേജ് 41ാമത്തെ പേജ് എടുത്ത് പെൻസിലെടുത്ത് വീണ്ടും നമ്മളിങ്ങനെ ഐനെഴുതി അതിന് ഫത്ത് കൊടുക്കുമ്പോൾ ആ. അതിനെ വീണ്ടും ഐനെഴുതി കെസർ കൊടുക്കുമ്പോൾ ഐ. വീണ്ടും ഐനെഴുതി അതിന് ദമ്മ കൊടുക്കുമ്പോൾ ഊ. വീണ്ടും നമ്മൾ എന്താക്കി? ഐനെഴുതി. എന്താ? ഐനെഴുതി. ഇനി അതിൻ്റെ ശേഷം ഒരു പട്ടിക നോക്കൂ, നല്ലോണം നോക്കി. പട്ടികയല്ലേ? ആ പട്ടികയിൽ ആദ്യത്തെ പദം അജ്സുൻ. ആദ്യത്തെ പദം അജ്സുൻ. രണ്ടാമത്തെ പദം ആജിലത്തുൻ. എന്താണ്? ആജിലത്തുൻ. മൂന്നാമത്തത് മുഅജ്ജലുൻ. നാലാമത്തത് സാറഅ. അഞ്ചാമത്തത് സംഉൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ നിന്ന് മേലോട്ട് 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 എഴുതി വരെ ചെയ്യേണ്ടത്. ആദ്യം അജ്സുൻ എന്ന കള്ളി എടുത്ത് അതിൽ 1 എഴുതി അവിടെ മേലെ നോക്കി താഴെ എഴുതണം. അജ്സുൻ അജ്സുൻ എന്ന് എഴുതണം. അത് കഴിഞ്ഞ് അടുത്ത കള്ളിയിൽ ആജിലത്തുൻ എന്നുണ്ട് അല്ലേ? ആജിലത്തുൻ എന്നത് താഴെ നിന്ന് മേലോട്ട് ഇങ്ങനെ എഴുതി വരണം. പിന്നെ മുഅജ്ജലുൻ എന്നിട്ട് മുഅജ്ജലുൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് സാറ. അതും താഴ്ന്ന് മേലോട്ട് സാറ സാറ സാറ. പിന്നെ സംഉൻ, അത് ഇതേപോലെ എഴുതാം. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ആദ്യ അക്ഷരം ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ട് കുറേ പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ അഴീൻ എന്ന അക്ഷരത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അഴീൻ. ഏത്? അഴീന്. ഒന്നാമത്തെ പദം ഐനബുൻ. ഒന്നാമത്തെ പദം ഐനബുൻ. ഐ. സിഅറുൻ. സിഅ. ഈദുൻ. ഈ. ജൂഉൻ. ഉൻ. റജ്ഇൻ. ഇൻ. ഉനുകുൻ. ഉ. ആദുൻ. ആ. ഊദുൻ. ഊ. സബ്അൻ. അൻ. അത് കഴിഞ്ഞ് 42ാമത്തെ പേജിൽ ഖുർആനിൽ നിന്ന് 3 ആയത്തുകളിൽ നിന്ന് കുറച്ച് പദങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. നോക്കൂ. ഖുൽ അഊദു. ആ പച്ച നിറത്തിലുള്ള ഒരു കള്ളി കൊടുത്തില്ലേ? അതിലുണ്ട് ഖുൽ അഊദു. രണ്ടാമത്തതിലുണ്ട് ഇയ്യാക നഅ്ബുദു. ഇയ്യാക നഅ്ബുദു. ഇയ്യാക നഅ്ബുദു. അതിൻ്റെ താഴെ ചുവപ്പില് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതിൻ്റെ താഴെ 4 ഇലകൾ കളറിൽ കൊടുത്ത് അതിൽ എന്തൊക്കെയോ പദങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ 2, 4, 6, 8 ഇലകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഇലകളിൽ ഒന്നാമത്തെ ഇലയിൽ റാഇൻ അല്ലേ? റാഇൻ അല്ലേ? ഐനിൻ്റെ ഒരു രൂപം ഐനിനെ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. ഐൻ അവസാനത്തിൽ വന്നപ്പോൾ. രണ്ടാമത്തെ ഇലയിൽ അബ്ദുൻ. അതിൽ ഐനിനെ ആദ്യാക്ഷരമായി കൊടുത്തിട്ട് കൂട്ടി എഴുതിയതാ ബാക്കോട്ട് അല്ലേ? മൂന്നാമത്തേൽ തഅ്ദിലു. ഐനിൻ്റെ മുമ്പും ശേഷവും അക്ഷരമുണ്ട്, ഐന് നടുവിലായിട്ട് എഴുതിയത്. നാലാമത്തത് സമീഉൻ എന്നാണ്. ഐൻ അവസാനമാണ്, പക്ഷേ ഐനിനെ മുമ്പുള്ള അക്ഷരം ഐനിനോട് കൂട്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഐനിനെ വ്യത്യസ്ത രൂപത്തിൽ എഴുതാനുള്ള മാർഗമാണ്
കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ പാഠപുസ്തകം നോക്കിയിട്ടോ വേറെ എവിടുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 4 ഇലയില് റായിൻ പോലെ ഐനിനെ ഒന്നിനോട് കൂട്ടി എഴുതാതെ ഐന് അവസാനത്തിൽ വന്നൊരു ഉദാഹരണം എഴുതുക. രണ്ടാമത്തെ ഇലയില് ഐന് ആദ്യത്തിൽ വരണം, എന്നിട്ട് ശേഷമുള്ള അക്ഷരം ഐനിനോട് കൂട്ടിയിരിക്കണം, അങ്ങനെ വരണം. ഇവിടെ എഴുതുമ്പോൾ മൂന്നാമത്തേല് തഴില് പോലെ ഐനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അക്ഷരം ഉണ്ടായിട്ട് അതിന്റെ നടുവിലായിട്ട് കൂട്ടി എഴുതിയിരിക്കുക. നാലാമത്തേല് സമീപൻ പോലെ അതിന് അവസാനമാണ്, പക്ഷെ അതിനെ മുമ്പുള്ള അക്ഷരം അതിനോട് കൂട്ടി എഴുതിയിട്ടുണ്ട്. അതുപോലെ ഉദാഹരണം കണ്ടെത്തി എഴുതുക. അതുപോലെ താഴത്തേൽ ഇതുപോലെ ഇതിന് സമാനമായിട്ട് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഓക്കെ, അതിന്റെ താഴെയുണ്ട് അംസ, സാ, ഹാ, ഖാ, ളാല്, സായ്, ത്വാ, ലാ, ഐന്, ഖാഫ്. ഈ അക്ഷരങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുക, ആവർത്തിച്ച് വായിക്കുക. ആ അക്ഷരങ്ങൾക്ക് ഫത്ത് ഇട്ടിട്ട് വായിക്കുക, കെസറിട്ട് വായിക്കുക, വമ്മിട്ട് വായിക്കുക, സുക്കൂനിട്ട് വായിക്കുക, തൻവീൻ ഫത്ത് ഇട്ടും തൻവീൻ കെസറിട്ടും തൻവീൻ വമ്മിട്ടും വായിക്കുക. പിന്നെ ആ അക്ഷരങ്ങളുള്ള പദങ്ങൾ കണ്ടെത്തി വായിച്ച് പഠിക്കുക. അങ്ങനെ അത്രയും അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക.